എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരുടെ കയ്യിൽ ഈ പത്തൽ വരുന്നത്? അവർക്ക് അങ്ങനെ ഒരു ആയുധം ഉപയോഗിക്കാനുള്ള അധികാരമുണ്ടോ? ഇല്ല. അപ്പോ എവിടെയെങ്കിലും കണ്ടാൽ ഇറങ്ങി അടിച്ചു കളയാമെന്ന ബോധ്യത്തോടെ ആയുധ സമാഹരണം, 5 പേരും ഒന്നിച്ചൊരു വണ്ടിയിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന, ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നേ. ഈ പോലീസുകാർ വീണുപോകുന്നുണ്ട്. ക്രമസമാധാന പാലനത്തിന് അവിടെ ചുമതലയുണ്ടായിരുന്ന പോലീസുകാര് ഈ അപ്രതീക്ഷിതമായി ഇറങ്ങിയടിക്കലിൽ വീണുപോകുന്നുണ്ട്. അവർക്ക് മനസ്സിലാകുന്നില്ല എന്താ ചുറ്റും സംഭവിക്കുന്നതെന്ന്. കാരണം മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിൽ നിന്ന് അങ്ങനെ ഒരു ആക്രമണം ആ ഘട്ടത്തിൽ അവർ പോലും പ്രതീക്ഷിക്കുന്നില്ല. അവർ ഈ ചെറുപ്പക്കാരായ എ.ഡി. തോമസിനെയും ജുവലിനെയും മാറ്റി വഴിയരികിലേക്ക് കൊണ്ടുപോയതിനു ശേഷമാണ് ഇറങ്ങിയടിക്കുന്നത്. തല്ലല്ലേ നീ കുട്ടികൾ പറയുന്നുണ്ട്. അപ്പോഴും ഞാൻ അടിക്കുന്ന ശബ്ദമടക്കം കേൾക്കാൻ കഴിയുന്ന ദൃശ്യമാണ് അവിടെ അന്ന് സംഭവിച്ചത് എന്നുകൂടിയുണ്ട്. ഈ രക്ഷാപ്രവർത്തനം ആലപ്പുഴയിൽ പൊട്ടിമുളച്ചതൊന്നുമല്ല. അതങ്ങ് ചെടിച്ചട്ടി കൊണ്ട്, അത് മുളച്ചത് യൂത്ത് കോൺഗ്രസിന്റെയും KSUക്കാരുടെയും തലയടിച്ച് പൊടിച്ച ഒരു ചെടിച്ചട്ടി ഉണ്ടല്ലോ, അവിടെയാണ് ഈ രക്ഷാപ്രവർത്തനം നാമ്പിട്ട് മുളച്ചത്. അവിടെ നിന്നൊരു പാറ്റേൺ രൂപപ്പെടുകയാണ്. മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ചപ്പോൾ മുതൽ കണ്ണൂർ മുതൽ ഇങ്ങോട്ട് ഈ നവകേരള ബസ് വരുന്ന വഴി മുഴുവനും ഒരു പാറ്റേൺ രൂപപ്പെടുകയാണ്. ആർക്കും എന്തും ചെയ്യാം. വഴിയരികിൽ കൂടി നിൽക്കുന്ന DYFIക്കാർക്കാകാം, പോലീസുകാർക്കാകാം, മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർക്കാകാം, ഇവർക്കെല്ലാവർക്കും നിയമം കയ്യിലെടുക്കാം എന്ന് പറയുന്ന ഒരു ഓപ്പൺ ചെക്ക് നൽകപ്പെടുകയാണ് സംഭവിച്ചത്. അത് ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഈ പ്രവർത്തനം മുഴുവനും നടക്കുന്നത്. ഏറ്റവും അവസാനം തലസ്ഥാന നഗരിയിലേക്കൊക്കെ വരുമ്പോൾ പോലീസുകാർ കാഴ്ചക്കാരായി മാറുക. എന്താ, ക്രമസമാധാനം DYFIക്കാരെ ഏൽപ്പിച്ചു, അവരിതങ്ങ് ആഘോഷമാക്കിയെടുക്കുന്ന സാഹചര്യം ഉണ്ടാവുക.